അന്ന ഭാഗം 34. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ദിവസങ്ങൾക്കപ്പുറം അന്നയുടെ ലീവ് തീർന്നു. മാളികൽ കൺസ്ട്രക്ഷൻസിലേക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കേണ്ട ദിവസമായി. സത്യങ്ങളറിഞ്ഞ ഫെലിക്സിനെ അഭിമുഖീകരിക്കാൻ അന്നയ്ക്ക് തയ്യാറെടുപ്പുകൾ ആവശ്യമായി വന്നു. ഗതിമാറി ഒഴുകി വന്ന തെക്കൻ കാറ്റുപോലെ അന്നയുടെ ജീവിതം വീണ്ടും മാറിമറിയാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ഇനിയും ഒരു പരീക്ഷണത്തിന് കാത്തു നിൽക്കാതെ അന്ന മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. വീണ്ടും നഷ്ടങ്ങൾ തന്നെ തേടിയെത്തുമെന്ന ഭയത്താൽ അവൾ മാളികൽ കൺസ്ട്രക്ഷൻസിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങാൻ തീരുമാനിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അന്ന മാളികൽ കൺസ്ട്രക്ഷൻസിലേക്ക് തിരികെ എത്തി. എന്തുപറ്റി അന്ന? ഇത്രയും ദിവസം ലീവ് എടുത്തിട്ട് പോലും നിന്റെ മുഖത്തൊരു പ്രസന്നതയില്ലല്ലോ. അന്നയുടെ ടേബിളിലിരുന്ന ഫയലുകൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ഡയാന അവിടേക്ക് കൈകൾ ഊന്നി. നിന്റെ തോന്നലാണ് ഡയാന, ഞാനെപ്പോഴും സന്തോഷവതിയാ. അതൊക്കെ ഇരിക്കട്ടെ, നീ ഞാനില്ലാത്ത ദിവസങ്ങളിലെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. സത്യത്തിൽ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു ഡയാന. വിഷയം മാറ്റാനായി അന്ന എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഡയാനയ്ക്ക് മുന്നിൽ തപ്പിത്തടഞ്ഞു. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് അന്ന. എന്നോട് നീ എത്ര നാൾ ഒളിച്ചു വെക്കും? നീരസം കലർന്ന ഡയാനയുടെ സ്വരം കേൾക്കെ അന്ന എന്ത് പറയണമെന്നറിയാതെ അവളെ തന്നെ നോക്കി നിന്നു. അന്ന ലീവൊക്കെ കഴിഞ്ഞെത്തിയോ? പിന്നിലൂടെ അവർക്കരികിലേക്ക് നടന്നു വന്ന ലോകേഷിൻ്റെ ശബ്ദം അവരുടെ ശ്രദ്ധ തിരിച്ചു. അന്ന അയാളെ കാണെ ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിന്നു. ഡയാന പുഞ്ചിരിയോടെ അയാളെ വിഷ് ചെയ്തതിന് ശേഷം ക്യാബിനിലേക്ക് തിരികെ പോയി. അന്നയ്ക്കരികിലായി നിൽക്കുന്ന ലോകേഷ് ഒരു നിമിഷം അവളെ കണ്ണു ചിമ്മാതെ നോക്കി നിന്നു. നിഷ്കളങ്കമായ മുഖവും വേദന നിറഞ്ഞ കണ്ണുകളും അവൻ്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു നൊമ്പരമായി ഉണർന്നു വന്നു. ഈ പ്രായത്തിൽ ഇത്രയും സഹിച്ച അന്ന എന്ന പെൺകുട്ടിയോടുള്ള സഹതാപമാണോ ഇതെന്ന് ലോകേഷ് സ്വയം ചിന്തിച്ചു. സർ, ഞാൻ ജോലി രാജിവെക്കാൻ തീരുമാനിച്ചു. മുഖപുരകളില്ലാതെ പറയാനായി മുൻകൂട്ടി ഒരുക്കി വെച്ച അവളുടെ ആ വാക്കുകൾ കേൾക്കെ ലോകേഷ് ആശ്ചര്യത്തോടെ അന്നയെ നോക്കി. ഫെലിക്സിൻ്റെ ക്രൂരതകൾ തനിക്ക് മടുത്തിട്ടുണ്ടാവും അല്ലേ? ലോകേഷിൻ്റെ ആ മറു ചോദ്യത്താൽ തനിക്കുണ്ടായ ഞെട്ടൽ മറച്ചു വെച്ചുകൊണ്ട് അന്ന നിശബ്ദയായി നിന്നു. കാരണങ്ങൾ ചോദിച്ച് ഞാൻ അന്നയെ ബുദ്ധിമുട്ടിക്കുന്നില്ല. മാളികൽ ഗ്രൂപ്പും ഫെലിക്സുമായൊക്കെയുള്ള ബന്ധം എന്നിലേക്കും ആ സത്യങ്ങളൊക്കെ എത്തിച്ചു എന്ന് വിചാരിച്ചോളൂ. കാലം കറുപ്പണിയിച്ച ഭൂതകാലത്തിൻ്റെ കെടുതിയിൽ നിന്നും ധൈര്യത്തോടെ എല്ലാം നേരിടുന്ന അന്നയ്ക്ക് ഇനിയും കഴിയും ഒരു നല്ല ജീവിതം പടുത്തുയർത്താൻ. വിധി എന്ന രണ്ടക്ഷരം പഴിച്ചുകൊണ്ട് ഒന്നിനും വിട്ടുകൊടുക്കരുത്. ജയിക്കണം, തോൽവിയെ മറന്നുകൊണ്ട്. പിന്നെ എന്താവശ്യം വന്നാലും അന്നയുടെ ഒരു വിളിക്കപ്പുറം ഞാനുണ്ടാകും. എന്നെ തൻ്റെ നല്ലൊരു സുഹൃത്തായി കണ്ടാൽ മതി. അനുഭവിച്ചു തീർത്ത വേദനകൾക്ക് പകരമായി തനിക്കൊരു നല്ല കാലം എവിടെയോ കാത്തിരിക്കുന്നുണ്ടോ? അന്നയുടെ തോളിൽ തട്ടി അവൾക്ക് ആത്മവിശ്വാസം പകർന്നു നൽകിക്കൊണ്ട് ലോകേഷ് നടന്നകന്നു. കുറച്ചകലെയായി തൻ്റെ ക്യാബിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് പരസ്പരം സംസാരിക്കുന്ന അന്നയെയും ലോകേഷിനെയും കണ്ട ഫെലിക്സിൻ്റെ മുഖം പെട്ടെന്ന് അകാരണമായ ദേഷ്യത്താൽ തുടുത്തു. ഇന്നും നിലയ്ക്കാത്ത അന്നയോടുള്ള ഭ്രാന്തമായ പ്രേമം ഫെലിക്സിൽ നിലനിൽക്കെ അന്നയുടെ തോളിലമർന്ന ലോകേഷിൻ്റെ കൈകൾ വെട്ടിവീഴ്ത്താൻ പോലും അവന് മടിയില്ലായിരുന്നു. ഉറഞ്ഞു വന്ന കോപം അടക്കാനാവാതെ ഫെലിക്സ് സ്വന്തം ക്യാബിനിലേക്ക് കയറിപ്പോകുന്ന ലോകേഷിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. ഡോറ് തള്ളിത്തുറന്നുകൊണ്ട് അകത്തേക്ക് കയറിയ ഫെലിക്സ് ദേഷ്യത്താൽ വിറച്ചു. തനിക്ക് മുന്നിൽ ജ്വലിച്ച കണ്ണുകളാൽ നോക്കി നിൽക്കുന്ന ഫെലിക്സിനെ ലോകേഷ് അത്ഭുതത്തോടെ നോക്കി. അവളെ സ്വന്തമാക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്കണം ലോകേഷേ. അവൾ എൻ്റെ പെണ്ണ, എൻ്റെ മാത്രം. അവൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാ. ഞാൻ വൈകിപ്പോയി. ചുറ്റിനും പാറി നടന്ന കഴുകൻ കണ്ണുകളെ തിരിച്ചറിയാതെ എൻ്റെ പകയുടെ തീയമ്പുകൾ ഞാൻ അവൾക്ക് മേൽ വർഷിച്ചു. നിനക്ക് അന്നയോടുള്ള ചായ്വ് എനിക്ക് അന്നേ മനസ്സിലായതാണ്. ഇനിയൊരു നോട്ടം കൊണ്ടുപോലും അവളിലേക്ക് അടുക്കാൻ ശ്രമിക്കരുത് നീ. ആജ്ഞയോടെ ഫെലിക്സ് പറഞ്ഞ വാക്കുകൾ കേൾക്കെ ലോകേഷ് പുച്ഛത്തോടെ ചിറികോട്ടി. നിർത്തടാ, നീ എന്താ കരുതിയേ? ഒരു കൈഞ്ഞൊടിക്കുമ്പോൾ കൂടെ വരുന്ന മൂന്നാംകിട പെണ്ണിനെ പോലെയാണ് അവളെന്നോ? കൊള്ള, ഇപ്പോഴും നീ അവളെ മനസ്സിലാക്കിയിട്ടില്ല ഫെലിക്സേ. അതേടാ, ഞാൻ അവളെ ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ കൂട്ടി അവൾക്കൊരു ജീവിതം കൊടുക്കാൻ. അല്ലാതെ സ്നേഹിച്ച പെണ്ണിനെ എന്തിൻ്റെ പേരിലായാലും പിച്ചു ചിന്തി വഴിയിലെറിയാൻ മാത്രം നിന്നെപ്പോലൊരു ക്രൂരനല്ലടാ ഞാൻ.
തനിക്ക് നേരെ വാക്കുകൾ കൊണ്ട് അസ്ത്രം തൊടുക്കുന്ന ലോകേഷിന്റെ കനത്ത ശബ്ദത്തിനു മുന്നിൽ ഫെലിക്സ് പെട്ടെന്ന് നിശബ്ദനായി. ലോകേഷ് ഫെലിക്സിനരികിലേക്ക് വന്നു നിന്നുകൊണ്ട് ശാന്തമായി അവനെ നോക്കി. ലോകത്ത് അന്നയ്ക്കും കുഞ്ഞിനും ഇനി എന്ത് ലഭിച്ചാലും അത് നിന്നോളമാകില്ലട ഫെലിക്സേ. അവളിലേറ്റ മുറിവുകൾക്കും അവൾക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിനും നിന്റെ ഇനിയുള്ള ജീവിതം നീ പകരം നൽകണം. നിന്റെ തലോടലും സ്നേഹവും കരുതലും മാത്രം മതിയടാ എല്ലാം ശരിയാകാൻ. അവളുടെ ഹൃദയത്തിനേറ്റ മുറിവിന് അതൊരു സ്വാന്തനമാകും. പശ്ചാത്താപത്താൽ കഴുകപ്പെടാത്ത ഒരു തെറ്റുമില്ലടാ ഈ ലോകത്ത്. നിനക്കറിയോ, നിന്നിൽ നിന്നും ഒളിച്ചോടാനായി അവളുടെ ഏക ആശ്രയമായിരുന്ന ഈ ജോലി പോലും അവൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും ക്രൂരതകൾ നീ അവൾക്ക് കൊടുത്തപ്പോഴും അവൾ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് ചിലപ്പോൾ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വറ്റാതെ കിടക്കുന്ന നിന്നോടുള്ള സ്നേഹം കൊണ്ടാകുമടാ. നിന്നെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ലടാ അവൾക്ക്. ഫെലിക്സ് ഹൃദയവേദനയാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകേഷിനെ ആലിംഗനം ചെയ്തു. താൻ ചെയ്തു പോയ തെറ്റുകളുടെ കുറ്റബോധം അവൻ്റെ കണ്ണുനീരിനെ ചൂടണിയിച്ചു. ലോകേഷിൻ്റെ വാക്കുകൾ ഓരോന്നും ഫെലിക്സിൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. അതവനിൽ ഒരു പുത്തൻ പ്രതീക്ഷ നൽകി തുടങ്ങി. അവിടെ കപടതകളില്ലാത്ത ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ദൃശ്യമായിരുന്നു. അന്ന് വൈകുന്നേരം മിന്നുമോളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഓർഫനേജിലേക്ക് വന്ന അന്നയുടെ കണ്ണുകൾ കുറച്ച് ദൂരെയായി പുൽത്തകിടിയിൽ സിമന്റ് ബെഞ്ചിലിരിക്കുന്ന ആലീസ് മിന്നുമോളെ വാത്സല്യത്തോടെ മടിയിൽ ചേർത്ത് വെച്ച് കൊഞ്ചിക്കുന്ന കാഴ്ചയിലേക്ക് തറഞ്ഞു നിന്നു. തനിക്ക് സ്വന്തമായതെന്തോ തന്നിൽ നിന്നും നഷ്ടപ്പെടാൻ പോകുന്നു എന്ന തോന്നൽ ഒരു വേള അന്നയിലുളവായി. അവൾ വേഗത്തിൽ അവർക്കരികിലേക്ക് ചെന്നു. അപ്രതീക്ഷിതമായി അന്നയെ മുന്നിൽ കണ്ട ആലീസ് മിന്നുമോളെയും എടുത്ത് എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു നിന്നു. മിന്നുമോൾ ആലീസിൻ്റെ കൈകളിൽ നിന്ന് ഊർന്നിറങ്ങി അന്നയെ ആഹ്ലാദത്തോടെ ചുറ്റിപ്പിടിച്ചു. തീറ്റ തേടിപ്പോയ അമ്മപ്പക്ഷി തിരികെ എത്തുമ്പോൾ കൂട്ടിലേകയായിരുന്ന പക്ഷിക്കുഞ്ഞിൻ്റെ അവസ്ഥയായിരുന്നു മിന്നുമോൾക്ക്. അടുത്ത നിമിഷം ആലീസിനെ നോക്കി ഒരു ചിരി വരുത്തി ഒന്നും മിണ്ടാതെ അവൾ മിന്നുമോളെ കൂട്ടി തിരികെ നടക്കാൻ തുടങ്ങി. മോളെ അന്നേ, ആലീസിൻ്റെ പിൻവിളിക്ക് കാതോർക്കെ അന്ന ഒരു നീരസത്തോടെ അവരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് തൻ്റെ ചുവടുകൾ നിശ്ചലമാക്കി. ഞാൻ മിന്നുമോളെ കാണാൻ വന്നതൊരിക്കലും ഒരു അവകാശം സ്ഥാപിക്കാനല്ല. കഴിഞ്ഞു പോയ ഒരു രാത്രി പോലും ഒരുപോലെ കണ്ണടക്കാൻ ഈ അമ്മച്ചിക്ക് കഴിഞ്ഞിട്ടില്ല മോളെ. കൺപോളകൾ അടയ്ക്കുമ്പോൾ നിന്റെയും മിന്നുമോളുടെയും രൂപം ഒരു വേദന പോലെ എൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുകയാണ്. അതാണ് ഞാനിവിടേക്ക് ഓടി വന്നത്. അന്ന തിരിച്ചൊരു വാക്ക് പോലും ഉരിയാടാതെ ഒരു കൽപ്രതിമ കണക്കെ ആലീസിന് മുന്നിൽ മൂകയായി നിന്നു. അവളുടെ മൗനം അവരെ വീണ്ടും തളർത്തിക്കൊണ്ടിരുന്നു. ആലീസ് തിരിഞ്ഞു നടന്ന് കുറച്ചരികിലായി വെച്ചിരിക്കുന്ന മിന്നുമോൾക്ക് വേണ്ടി വാങ്ങിയ ഉടുപ്പും കളിപ്പാട്ടങ്ങളും എടുത്ത് അന്നയ്ക്ക് നേരെ നീട്ടി. മിന്നുമോൾക്ക് വേണ്ടി അമ്മച്ചി സ്നേഹത്തോടെ വാങ്ങിയതാണിതൊക്കെ. മോളിത് വാങ്ങണം. നിന്റെ സ്വന്തം അമ്മച്ചിയെപ്പോലെ എന്നെ കണ്ടൂടെ? ഇതൊക്കെ അവൾക്ക് അർഹതപ്പെട്ടതുകൂടിയാണെന്ന് കരുതിയാൽ മതി. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.